ഇതിൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിനകത്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മീൻ കുഞ്ഞുങ്ങൾ. ഇതൊക്കെ എവിടെ പോയോ എന്തോന്നറിയില്ല. എൻ്റെ മോൻ്റെ കലാപരിപാടിയാണ് കേട്ടോ. ഇങ്ങനൊരു കുളം ഉണ്ടെന്ന് അറിഞ്ഞത് ആ മീൻ കുഞ്ഞിനെ ഇട്ട സമയത്ത് ഇവൻ കണ്ട്. അതോടുകൂടി ഇവനും മനസ്സിലായി ഇവിടെ ഒരു കുളം ഉണ്ടെന്ന്, അതായത് വെള്ളം കിടപ്പുണ്ടെന്ന്. അന്ന് തൊട്ട് ഇവൻ ഈ കണ്ട ചെടികളും ഈ കിടന്ന ഇലയും കാടും കല്ലും മണ്ണും എന്തൊക്കെ കിട്ടാവോ അതെല്ലാം അവൻ അതിനകത്ത് കൊണ്ട് എറിയുന്നുണ്ട്. മൂത്ത മോളുടെയാണ് ഷാർപ്പനറുണ്ട്, പിന്നെ റേസറുണ്ട്, സകല പെൻസിലുണ്ട്, അവളുടെ ബുക്കിലെ പേപ്പറുണ്ട്, എല്ലാം ഇതിലുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ടോയ്സ് കാര്യങ്ങൾ, പിന്നെ മുറ്റത്ത് നിൽക്കുന്ന ഇലകൾ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് മാറ്റണം കേട്ടോ, നന്നായിട്ട് അഴുക്കായിട്ടുണ്ട് വെള്ളം. രാവിലെ മോള് 8 മണിയായപ്പോൾ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടും കൂടെ ഈ പരിപാടി തുടങ്ങിയത്. ഇതെങ്ങനെയെങ്കിലും വൃത്തിയാക്കണം. പക്ഷേ ഈ ചെറിയ സാധനം സമ്മതിക്കില്ല കേട്ടോ. ഇതാണെങ്കിൽ നിറച്ച് കുരുത്തക്കേടുമായിട്ട് ഇരിക്കുകയാണ്. ഞാൻ വെള്ളം കളയുന്നതനുസരിച്ച് അവൻ എന്തൊക്കെയോ വാരി അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ കോരി കളയാനും പറ്റില്ല. ഏതെങ്കിലും കുഞ്ഞു മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവനോടെ കിട്ടട്ടെ എന്ന് ഓർത്താട്ടോ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് വാരുന്നത്. വെള്ളത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ ക്ഷുദ്രജീവികളുണ്ടോ അതെല്ലാം ഈ കുളത്തിനകത്തുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. മീനെ ഒന്നും തിന്നില്ലായിരുന്നു തോന്നുന്നു. എൻ്റെ മീൻ കുഞ്ഞിനെ എല്ലാ ലുക്കും അത് തല്ലിക്കൊന്ന് കളഞ്ഞത്. എന്നാലും പോട്ടെ, ഞാൻ എല്ലാത്തിനെയും വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. നാളെ ഇതിന് ഏത് കോലം ആവുമെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനത് വൃത്തിയാക്കുക കേട്ടോ. ഈ കുളം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. കാരണം ആ മീൻ കുഞ്ഞിനെ ഓർത്ത് മാത്രം. ഇനിയെങ്കിലും അത് ശുദ്ധമായി ശ്വസിച്ച് അതിനകത്ത് കിടക്കട്ടെ എന്ന് ഓർത്ത് ഇതിനെല്ലാം അടിപൊളിയാക്കി ഇടുന്നത്. വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആൾ ഓടി ചെന്ന് ആ പൈപ്പിൽ ഓസ് അങ്ങ് വലിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം അവനെ ഓടിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഓടിയതാണ് കേട്ടോ. അവൻ എന്നെക്കാളും മുന്നേ ഓടിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യും, അവിടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഇവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴല്ലേ കുഞ്ഞുങ്ങൾക്ക് കുരുത്തക്കേടൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി വലുതായി കഴിയുമ്പോൾ 2 അടിയൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മളത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നെ കണ്ടില്ല, ആ സമയം കൊണ്ട് ആ കസേരയുടെ ഇലയെ കൊണ്ട് കാല് കയറ്റി അവിടെ കിടന്ന് കരയായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുവിധം വെള്ളമൊക്കെ എങ്ങനെയോ നിറച്ചിട്ടുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് വീട്ടിൽ കയറുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, ആകെ 3 മീനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ഒരു വലുതും ഉണ്ട്, 2 ചെറുതും ഉണ്ട്. ഒന്നിനെന്തോ ഷെയ്ഡുണ്ട് കേട്ടോ. അതെന്തോ ഒരു വെറൈറ്റി മീനാണെന്ന് തോന്നുന്നു. ഇനി ഇതിനെ സേഫായിട്ട് ഇതിനകത്ത് ഇടണം. ഇത് സേഫായാൽ മതിയായിരുന്നു, കാരണം പുതിയ വെള്ളം, എനിക്ക് ഇതിനെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കല്ലെല്ലാം പെറുക്കി അപ്പോഴേ എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലെ കുറച്ച് ചെടികളൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവന് ഈ ചട്ടിയൊക്കെ വലിച്ചുകൊണ്ട് നടക്കും, അത് വേറെ കാര്യം. പിന്നെ ഇതിൻ്റെ മേളിൽ എനിക്ക് വെക്കാനായിട്ടൊരു നെറ്റില്ല. ഇനി എന്തെങ്കിലും ഒരു നെറ്റ് നമുക്ക് റെഡിയാക്കണം ഇതിൻ്റെ മേളിൽ വെക്കാൻ. കാരണം കല്ലൊക്കെ എറിയുമ്പോൾ ഈ കുളത്തിലോട്ട് കറക്റ്റ് വീഴാതിരിക്കണം. നെറ്റിന് മണ്ടേ കിടക്കണമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഡെയിലി കഴുകിക്കൊണ്ടിരിക്കേണ്ട വരും ഇതിങ്ങനെ. പിന്നെ കുറച്ച് ടൈലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. എത്രത്തോളം എന്നറിയില്ല. ഇവൻ പിന്നെ ടൈലൊക്കെ ചെറിയ ടൈലൊക്കെ തന്നെ പിടിച്ച് മാറ്റും. അപ്പോൾ ടൈലൊക്കെ വെച്ച് ഞാൻ ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീനൊന്നും ശ്വാസം മുട്ടി ചത്തു പോകാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ, ബൈ ബൈ.